മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുമെന്നും ബാറുകൾ തുറക്കില്ലെന്നും ഉറപ്പുതന്ന് അധികാരത്തിലേറി ഭരണത്തിൽ തുടർന്ന LDF സർക്കാർ തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള മദ്യ നിരോധന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് ഇടപെടൽ വാഹനജാഥയ്ക്ക് പെരിന്തൽമണ്ണ താലൂക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ആനമങ്ങാട് നടന്ന സ്വീകരണ പരിപാടി ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി ഉദ്ഘാടനം ചെയ്തു. മദ്യനയവുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നവംബർ 8-ന് നിലമ്പൂരിൽ നിന്നാണ് മദ്യനിരോധന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് ഇടപെടൽ വാഹനജാഥ ആരംഭിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന മദ്യനിരോധനാധികാരം പുനഃസ്ഥാപിക്കുക, ഇളം തലമുറ ലഹരികളിൽ പെടാതിരിക്കാൻ LP തലം മുതൽ പാഠപുസ്തകങ്ങളിൽ ലഹരി വിരുദ്ധ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങളും ജാഥയിൽ ഉയർത്തുന്നുണ്ട്. ജാഥയ്ക്ക് പെരിന്തൽമണ്ണ താലൂക്കിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ആനമങ്ങാട് നൽകിയ സ്വീകരണ പരിപാടി ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി ഉദ്ഘാടനം ചെയ്തു. എല്ലാ തിന്മയുടെയും താക്കോലാണ് മദ്യപാനം എന്നാണ്. ഖമറ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം മൂടി എന്നുള്ളതാണ്. ഖംറ് മദ്യം, മൂടുന്നത്. അവന്റെ സ്വബോധത്തെ മൂടി മൃഗീയമായ രീതിയിലേക്ക് മദ്യത്തിലൂടെ അവൻ എത്തുകയാണ്. അതിന് എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഒന്നിച്ച് യാത്ര ചെയ്ത യാത്രക്കാർ ഇടുക്കിയിൽ വെച്ചുകൊണ്ട് മദ്യപിച്ച് പിന്നീട് തന്റെ കൂട്ടുകാരനെ അടിപിടിയുണ്ടാക്കി അവന്റെ ശരീരത്തിലൂടെ വണ്ടി കയറ്റുകയായിരുന്നു എന്ന് നാം വായിച്ചതാണ്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്തണം. ഇതിന് തടസ്സം സൃഷ്ടിക്കുന്നത് മദ്യമാണ്. നിങ്ങൾക്കൊരു പട്ടാളക്കാരനാകണമെങ്കിൽ, നിങ്ങൾക്കൊരു ഡോക്ടറാകണമെങ്കിൽ, നിങ്ങൾക്കൊരു പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനാകണമെങ്കിൽ നിങ്ങൾക്ക് മദ്യം കഴിച്ചാൽ നിങ്ങൾക്ക് ഓടാൻ കഴിയില്ല, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ ചോദ്യങ്ങൾക്ക് വരുന്ന ഉത്തരങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയില്ല, പൊന്നുമക്കളെ തിരിച്ചറിയാൻ കഴിയില്ല, സമൂഹത്തെ തിരിച്ചറിയാൻ കഴിയില്ല. നമ്മെ നാമാക്കിയ നമ്മെ ആരൊക്കെയുണ്ടോ അവരെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് മദ്യത്തിലൂടെ വരുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യം സ്നേഹത്തിന്റെ രാജ്യമാകണം, മൈത്രിയുടെ രാജ്യമാകണം, സൗഹൃദത്തിന്റെ രാജ്യമാകണം. ഇതിനൊക്കെ തടസ്സമുണ്ടാകുന്നത് ലഹരിയാണ്. കേരള മദ്യനിരോധന സമിതി പെരിന്തൽമണ്ണ താലൂക്ക് പ്രസിഡന്റ് റവറൻ ഫാദർ ഡോക്ടർ വിക്ടർ ജെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ, ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK ബഷീർ, ആനമങ്ങാട് എടത്തറ മഹല്ല് പ്രസിഡന്റ് KM ഉബൈദ്, DCC അംഗം TP മോഹൻദാസ്, ജാഥ ക്യാപ്റ്റന്മാരായ ഉമ്മർ മഞ്ചേരി, നിഷാദ് മാപ്പള്ളി, സമിതി പെരിന്തൽമണ്ണ താലൂക്ക് വൈസ് പ്രസിഡന്റ് സലാം മാസ്റ്റർ കൊളത്തൂർ, സെക്രട്ടറി ഫസൽ തിരൂർക്കാട്, ജോയിന്റ് സെക്രട്ടറി സത്താർ ആനമങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. ആനമങ്ങാട് ടൗൺ ജുമാ മസ്ജിദ് ഗത്തീം റഹീം ഫൈസി, N പീതാംബരൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് PM ഷംസാദ് അലി, ഇയാച്ചേരി പത്മിനി ടീച്ചർ, സുനിത ചെട്ടിപ്പടി, അഷ്റഫ് കട്ടുപാറ, ഹംസ മാനത്തുമംഗലം തുടങ്ങിയവർ പങ്കെടുത്തു. 15-ന് പൊന്നാനിയിൽ സമാപിക്കും. സിനിമാ താരങ്ങളെയും സ്പോർട്സ് താരങ്ങളെയും ഇറക്കിക്കൊണ്ട് വായിൽ കൊള്ളാത്ത വാഗ്ദാനങ്ങൾ നൽകി നമ്മളെ പറഞ്ഞു പറ്റിച്ച അധികാരത്തിൽ വന്ന സർക്കാർ വളരെ കൃത്യതയോടും അച്ചടക്കത്തോടും മതസഹിഷ്ണുതയോടും കൂടെ ജീവിക്കുന്ന മലപ്പുറം ജില്ലയിൽ പോലും ഇന്ന് 32 ബാറുകളാണ് 5 വർഷം അവസാനിക്കുമ്പോൾ അവർ സമ്മാനിച്ചിട്ടുള്ളത്. ഒരു ബാറ് മാത്രമുണ്ടായിരുന്ന മലപ്പുറം ജില്ലയിൽ, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയിൽ, സാമൂഹിക സാംസ്കാരിക സാമ്പത്തികമായി കേരളത്തിൽ നിന്നല്ല ഇന്ത്യ രാജ്യത്തിന്റെ തന്നെ മഹത്തരമായ ജില്ലയിൽ എന്ത് അടിസ്ഥാനത്തിലാണ് 32ഓളം ബാറിനെ ഇവർ കുത്തി നിറച്ചിരിക്കുന്നത്? ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.